PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താൽ അതിന് എന്തൊക്കെ ഉണ്ടാവും? ഹാർഡ്വെയറും ഉണ്ടാവും, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ഉണ്ടാവും. ഓക്കെ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടെ ചേർന്നതാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹാർഡ്വെയർ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താൽ അതിൽ കാണാനും നമുക്ക് സ്പർശിക്കാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളെയാണ്, കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹാർഡ്വെയർ എന്ന് പറയാം. ഹാർഡ്വെയറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമുക്ക് കാണാനും സ്പർശിക്കാനും എല്ലാം പറ്റുന്ന കുറേ ഭാഗങ്ങളുണ്ടല്ലോ കമ്പ്യൂട്ടറിന്. എന്തൊക്കെയാണ്? കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, അല്ലെ, പ്രിന്റർ ഉണ്ട്, സ്കാനർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ഹാർഡ്വെയർ ഏത്, അല്ലെങ്കിൽ ഹാർഡ്വെയർ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുക. ഹാർഡ്വെയറിന് എക്സാമ്പിളാണ് കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ, അങ്ങനെയുള്ളതെല്ലാം എന്താണ്? ഹാർഡ്വെയറുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പർശിക്കാൻ കഴിയില്ല. ഓക്കെ, സ്പർശിക്കാൻ കഴിയാത്ത കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് കാണാനായിട്ട് പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സ്പർശിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹാർഡ്വെയറിനെ കുറിച്ചാണ്. ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ്, ഹാർഡ്വെയറിനെ 3 ആയിട്ട് തിരിക്കാം. ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ CPU. ഇതാണ് ഹാർഡ്വെയറിൻ്റെ ഡിവിഷൻ. ഹാർഡ്വെയറിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, CPU. അപ്പോൾ ഈ 3ഉം കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചും ഔട്ട്പുട്ട്, CPU, ഈ 3നെ കുറിച്ചുമാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന ഡാറ്റകൾ, ഓക്കെ, ഡാറ്റകൾ നൽകാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ഇൻപുട്ട് ചെയ്യാണ്. ഓക്കെ, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് കമ്പ്യൂട്ടറുകളിലേക്ക് വിവരങ്ങൾ നൽകാൻ പറ്റുന്നത്? നമുക്കറിയാം, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുകളിലേക്ക് വിവരങ്ങൾ നൽകാറുണ്ട്. അപ്പം അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വിവരങ്ങൾ നൽകാൻ പറ്റും, അല്ലെ, സ്കാൻ ചെയ്തിട്ട് നൽകാൻ പറ്റും. അപ്പം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡേറ്റകൾ നൽകാൻ പറ്റും? അപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയാം. ഓക്കെ,
ഇനി ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ് അല്ലേ? നമ്മൾ ഇൻപുട്ടായിട്ട് എന്താണ് ഡേറ്റകൾ കൊടുത്തു, അത് പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിന് എന്താണ് ഉത്തരം ലഭിക്കും അല്ലേ? അപ്പൊ അതിനെ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റകൾ നൽകാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിവരങ്ങൾ നൽകാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ദെൻ CPU അതെന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ളതാണ് CPU എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ മൂന്നും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, സ്പർശിക്കാൻ കഴിയാത്ത ഭാഗമാണ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ എന്താണ്? കാണുവാനും നമുക്ക് സ്പർശിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിളാണ് കീബോർഡ്, മൗസ്, പ്രിൻ്റർ, സ്കാനർ, അങ്ങനെയുള്ളതെല്ലാം എന്താണ്? അതെല്ലാം ഹാർഡ്വെയറുകളാണ്. ദെൻ ഹാർഡ്വെയറിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ CPU. ഈ മൂന്ന് തരത്തിൽ തിരിക്കാൻ പറ്റും. അതിൽ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറുകളിലേക്ക് വിവരങ്ങൾ നൽകാനായിട്ട് സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ട്രാക്ക് ബോൾ, OMR, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ അടുത്തത് പഠിക്കും. നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞത്? നമ്മൾ ഇൻപുട്ടായിട്ട് എന്താണ് ഡേറ്റകൾ കൊടുത്തു, അത് പ്രോസസ്സിംഗ് ഒക്കെ നൽകിയിട്ട് അതിനുള്ള ആൻസർ നമുക്ക് തരും അല്ലേ? നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും, അതാണ് ഔട്ട്പുട്ട്. അപ്പം അങ്ങനെ നൽകുന്ന വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. അതിന് എക്സാമ്പിളാണ് മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, പ്രൊജക്ടർ, പ്ലോട്ടർ, ഹെഡ്ഫോൺ, സൗണ്ട് വീഡിയോ കാർഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. നെക്സ്റ്റ് CPU. അപ്പോൾ ഈ മൂന്നും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങൾ, ഇൻപുട്ട് ഉപകരണങ്ങൾ സെപ്പറേറ്റ്, ഔട്ട്പുട്ട് സെപ്പറേറ്റ്, CPU അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പേര് പറഞ്ഞു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് കീബോർഡാണ്. ഓക്കെ, കീബോർഡിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്കറിയാം അല്ലേ? കീബോർഡ് എന്തിനാണ് യൂസ് ചെയ്യുക? ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഉപകരണമാണ് എന്ത്? കീബോർഡ് എന്ന് പറയുന്നത്. ദെൻ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം, കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കീബോർഡാണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കീബോർഡാണ്. ദെൻ കീബോർഡ് കണ്ടെത്തിയത്, ഓക്കെ, കീബോർഡിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ക്രിസ്റ്റഫർ ലഥാം ഷോൾസ് ആണ്. ഓക്കെ, ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡിന്റെ ഉപജ്ഞാതാവ്. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ് കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഉപകരണമാണ്, അതുപോലെ തന്നെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ്. ക്രിസ്റ്റഫർ ലഥാം ഷോൾസ് ആണ് കീബോർഡ് കണ്ടെത്തിയത്. ഓക്കെ, ദെൻ 104 കീസ് ആണ് ഏതിലുള്ളത്? കീബോർഡിൽ കാണാനായിട്ട് പറ്റുക. ഓക്കെ, കീബോർഡിലുള്ള കീകളുടെ എണ്ണം എത്രയാണ്? 104 കീകളാണ് ഉള്ളത്. ഫങ്ഷണൽ കീസിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 12 ആണ്. ഓക്കെ, ഫങ്ഷണൽ കീസിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 12 ആണ്. ടോട്ടൽ കീ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 104 കീകളാണ്. ഫങ്ഷണൽ കീസിന്റെ എണ്ണം എത്രയാണ്? 12 ഫങ്ഷണൽ കീകളാണ് ഉണ്ടാവുക. ദെൻ നമുക്ക് ആസ്കി എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കാനുണ്ട്. അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ഫുൾ ഫോം. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്കിയുടെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയായിട്ടുള്ള ബിറ്റിന്റെ രൂപത്തിലോട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നത് ആസ്കിയാണ്. ഓക്കെ, ആസ്കി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ നൽകുന്ന ഡേറ്റ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ലെറ്റർ അടിച്ചാൽ ആ ലെറ്റർ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ആ ലെറ്ററിന്റെ രൂപത്തിലല്ല, അതിനൊരു പ്രത്യേക ഭാഷയുണ്ട്, അതാണ് ബിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബിറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബിറ്റിലോട്ട് മാറ്റുകയാണ്, നമ്മൾ നൽകുന്ന ഡേറ്റ
ബിറ്റിന്റെ രൂപത്തിൽ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷയിലോട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ് ആസ്കി എന്ന് പറയുന്നത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അപ്പൊ എന്താണ് ബിറ്റ് എന്ന് അറിയണ്ടേ? ബിറ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ബിറ്റ് ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ്. ശേഷി സൂചിപ്പിക്കുന്ന അളവ്, കമ്പ്യൂട്ടറിന്റെ ശേഷി സൂചിപ്പിക്കുന്ന അളവ് ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അത് ബിറ്റ് ആണ്. ദെൻ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ്, ഓക്കെ, കമ്പ്യൂട്ടറിന്റെ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് ബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയാണ്, അതായത് ബൈനറി ഡിജിറ്റിന്റെ ഷോർട്ടാണ് എന്ത്? ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് 1ഉം 0യുമാണ്. ഓക്കെ, ഇതില് 1 ആണ് എന്ന് പറയുന്നത് അതെ, ശരി എന്നുള്ളതിനെ കാണിക്കാനാണ് 1 യൂസ് ചെയ്യുക. 0 എന്ന് പറയുന്നത് തെറ്റ്, അല്ല എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് 0. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ അതെ, ശരി എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിട്ട് 1ഉം, 0 എന്ന് പറയുമ്പോൾ അല്ല, തെറ്റ് എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിട്ടാണ് എന്ത്? 0 വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 1ഉം 0യുമാണ് എന്തെന്ന് പറയുന്നത്? ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഭാഷാ സമ്പ്രദായമാണ് ബിറ്റ്, ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ആ ബിറ്റിന്റെ രൂപത്തിലോട്ട് നമ്മൾ നൽകുന്ന ഡാറ്റ ആക്കാൻ സഹായിക്കുന്ന ഉപകരണം എന്താണ്? സഹായിക്കുന്നത് ആരാണ്? ആസ്കി ആണ്. ഓക്കെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഒരു ലെറ്റർ എഴുതി, സി എന്ന് പറയുന്ന ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട്, ബിറ്റിലോട്ട് മാറ്റുന്നതാണ് ആസ്കി എന്ന് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷ ഏതാണ്? അതാണ് ബൈനറി ഡിജിറ്റ്, ബിറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ്. കമ്പ്യൂട്ടറിന്റെ ശേഷി സൂചിപ്പിക്കുന്ന അളവാണ്. കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആസ്കി ഇമ്പോർട്ടന്റ് ആണ്, എന്താണ് അതിന്റെ ഫുൾ ഫോമും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ കീബോർഡിനെ കുറിച്ച് എന്തൊക്കെ പോയിന്റ്സ് ആണ്? എല്ലാം കിട്ടിയല്ലോ. ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്, പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ്. ക്രിസ്റ്റഫർ ലഥാം ഷോൾസ് ആണ് കീബോർഡിന്റെ ഉപജ്ഞാതാവ്. 104 കീസ് ആണ് ഉള്ളത്, 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. ദെൻ ബിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ആസ്കി എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന ഡേറ്റകൾ ബിറ്റിന്റെ രൂപത്തിലോട്ട് ആക്കുന്നത് ആസ്കി ആണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, കീബോർഡ് കറക്റ്റ് ആയല്ലോ. ഇനി മൗസ് ആണ്. മൗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കുന്ന അല്ലെ, ഡാറ്റാസ് കൊടുക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? മൗസ് എന്ന് പറയുന്നത്. അപ്പൊ മൗസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഉപകരണമാണ് അല്ലെ? നമ്മൾ പോയിന്റ് ചെയ്യുന്നത് എന്താണ്? മൗസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഒരു പോയിന്റിംഗ് ഉപകരണം, കമ്പ്യൂട്ടറിന്റെ പോയിന്റിംഗ് ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മൗസ് ആണ്. ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ് മൗസിന്റെ ഉപജ്ഞാതാവ്. മൗസ് കണ്ടെത്തിയത് ആരാണ്? ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ്. ഓക്കെ, ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ് മൗസ് കണ്ടെത്തിയത്. ദെൻ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് മിക്കി. ഓക്കെ, വേഗത അളക്കുന്ന യൂണിറ്റ് എന്താണ്? മിക്കി. മിക്കി മൗസ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് മിക്കി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമുക്കറിയാം, മൗസ് എന്ന് പറയുമ്പോൾ അതിന് ഇടതിൽ അല്ലെ, ഇടതിലൊരു ബട്ടൺ ഉണ്ട്, വലതിലും ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇടതിലും ക്ലിക്ക് ചെയ്യും, വലതിലും ക്ലിക്ക് ചെയ്യും. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ ലെഫ്റ്റ് ക്ലിക്കും ഉണ്ട്, റൈറ്റ് ക്ലിക്കും ഉണ്ട് മൗസിന് അല്ലെ? അപ്പൊ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഐക്കൺസ് സെലക്ട് ചെയ്യാനാണ്. ഐക്കൺസ് എന്ന് വെച്ചാൽ എന്താണ്? മോണിറ്ററിൽ കാണുന്ന ഐക്കൺ. ഇപ്പൊ ഗൂഗിളിന്റെ ആണെങ്കിൽ G എന്ന് എഴുതിയിട്ട് ഒരു ഐക്കൺ ഉണ്ടാവും, ക്രോമിന്റെ ആണെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ കളേർഡ് ആയിട്ട് ഐക്കൺസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും ഐക്കൺസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഐക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓരോന്ന് തുറക്കണമെങ്കിൽ നമ്മൾ ആ ചിത്രം നോക്കി മനസ്സിലാക്കിയിട്ടാണ് അല്ലേ? അപ്പൊ ആ ചിത്രങ്ങൾ കാണപ്പെടുന്നതിനെയാണ് ഐക്കൺസ് എന്ന് പറയാം. അപ്പൊ മോണിറ്ററിൽ കാണപ്പെടുന്ന ഐക്കൺസിനെ ക്ലിക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലെഫ്റ്റ് ക്ലിക്ക്. ഓക്കെ, ഇടത് ബട്ടൺ, ഇടത് ഭാഗത്തുള്ള ക്ലിക്ക് ഉപയോഗിക്കുന്നത്, ഇടത് ക്ലിക്ക് അല്ലെങ്കിൽ ഇടത് ബട്ടൺ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഐക്കൺസ് സെലക്ട് ചെയ്യാനാണ്. മോണിറ്ററിലെ ഐക്കൺസ് സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത്. ദെൻ റൈറ്റ് ക്ലിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു ഫോൾഡർ എന്തെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി, തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായിട്ട്, ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഇല്ല, നമ്മൾ Ctrl+ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നത്, കട്ടും കോപ്പിക്കൊക്കെ നമ്മൾ കുറേ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ പ്രത്യക്ഷപ്പെടാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? റൈറ്റ് ക്ലിക്ക് ഉപയോഗിക്കും. ഓക്കെ,
അപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത് മോണിറ്ററിലെ ഐക്കൺസ് സെലക്ട് ചെയ്യാനായിട്ടും റൈറ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത് ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായിട്ടാണ് റൈറ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൗസിനെ കുറിച്ച് പഠിച്ചാൽ മതിയാവും. എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിന്റെ പോയിന്റിംഗ് ഉപകരണമാണ്. ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ് മൗസിന്റെ ഉപജ്ഞാതാവ്. വേഗത അളക്കുന്ന യൂണിറ്റ്, മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് മിക്കി. ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്. ലെഫ്റ്റ് ക്ലിക്ക് ഐക്കൺസ് സെലക്ട് ചെയ്യാൻ, റൈറ്റ് ക്ലിക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യാനും ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനും. ഓക്കെ ആണല്ലോ. അപ്പോൾ മൗസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്കാനർ. സ്കാനർ നമുക്കറിയാം എന്താണ്? പേപ്പർ ഡോക്യുമെന്റ്സ്, പ്രിന്റഡ് ടെക്സ്റ്റ്, ഓക്കെ, പ്രിന്റഡ് ടെക്സ്റ്റും പേപ്പർ ഡോക്യുമെന്റ്സിനും ഒക്കെ ഇലക്ട്രോണിക് ഫോർമാറ്റിലോട്ട് മാറ്റുന്ന എന്താണ് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന് ഡാറ്റ നൽകാനായിട്ട് പറ്റും. അപ്പോൾ പേപ്പർ ഡോക്യുമെന്റ്സിനെയും അല്ലെങ്കിൽ പ്രിന്റഡ് ടെക്സ്റ്റുകളെയൊക്കെ ഇലക്ട്രോണിക് ഫോർമാറ്റിലോട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി OMR. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അതിന്റെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചാൽ മതി. OMR എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മത്സര പരീക്ഷകളിൽ മൂല്യനിർണ്ണയം നടത്താനായിട്ട് സഹായിക്കുന്നതാണ് OMR. ഓക്കെ, മത്സര പരീക്ഷകളിൽ മൂല്യനിർണ്ണയം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് OMR. അപ്പോൾ OMR എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഓക്കെ, ഇനി അടുത്തത് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്ന് പറയുന്നത് എന്താണ്? പ്രിന്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകളെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകൾ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ബാർകോഡ് എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ പ്രിന്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകളെ ഡീകോഡിംഗ് സമയത്ത് നമ്പർ ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് ബാർകോഡ് റീഡർ. ബ്ലാക്കും വൈറ്റും ലൈനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ, അതിനെ പ്രിന്റ് ചെയ്തിട്ട് അത് ഡീകോഡിങ്ങിന്റെ സമയത്ത് അതിനെ നമ്പർ ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്? ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് MICR. MICR എന്ന് പറയുന്നത് എന്താണ്? ചെക്കില്ലേ, നമ്മൾ ചെക്ക് ബുക്കിന്റെ താഴെയൊക്കെ എന്ത് കാണാൻ പറ്റും? അക്കങ്ങൾ ഉണ്ടാവും. അത് വായിക്കാനായിട്ട് ബാങ്കിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്? MICR എന്ന് പറയുന്നത്. MICR എന്താണ്? ചെക്കിന്റെ താഴെയുള്ള അക്കങ്ങൾ, പ്രിന്റ് ചെയ്തിട്ടുള്ള അക്കങ്ങൾ, ചെക്കിന്റെ താഴെ പ്രിന്റ് ചെയ്ത അക്കങ്ങൾ ബാങ്കിലൊക്കെ വായിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? MICR എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഗെയിമൊക്കെ അല്ലെ, ഗെയിമിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ദെൻ ടച്ച് പാഡ് എന്ന് പറയുന്നത് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണമാണ് ടച്ച് പാഡ്. ടച്ച് പാഡ് എന്താണ്? ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് ഉപകരണങ്ങളും നമ്മൾ പഠിച്ചു. കീബോർഡ് എന്താണെന്ന് പഠിച്ചു അല്ലെ. കീബോർഡിന്റെ ഉപജ്ഞാതാവ് ക്രിസ്റ്റഫർ ലതാം ഷോൾസ് ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ ബിറ്റ് എന്താണെന്നുള്ളത് ആസ്കിയുടെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മൗസിന്റെ അതുപോലെ ഉപജ്ഞാതാവ് ഇമ്പോർട്ടൻ്റ് ആണ്. വേഗത അളക്കുന്ന യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ദെൻ സ്കാനർ എന്താണ്, OMR എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ഉപകരണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പ്യൂട്ടറിൽ പ്രോസസ്സിങ്ങിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട്. അതിന് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേത് മോണിറ്റർ. മോണിറ്റർ നമുക്കറിയാം എന്താണ്? നമുക്ക് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന, അല്ലെ, നമ്മൾ കാണുന്നത് മോണിറ്ററിലൂടെയാണ്. അതുപോലെ തന്നെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഔട്ട്പുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മോണിറ്റർ ആണ്. ഓക്കെ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് മോണിറ്റർ. VDU, ഇതിന്റെ ഫുൾ ഫോം മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? മോണിറ്റർ ആണ്. ദെൻ റെസല്യൂഷൻ. റെസല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിന്റെ കഴിവാണ്. സ്ക്രീനിലെ ഏറ്റവും ഏറ്റവും ചെറിയ ഘടകത്തെ പോലും തിരിച്ചറിയാനുള്ള സെൻസറിന്റെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസല്യൂഷൻ എന്ന് പറയുന്നത്, മോണിറ്ററിന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പിക്സലിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിക്സലിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ റെസല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിന്റെ കഴിവിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. മോണിറ്ററിലെ റെസല്യൂഷൻ എന്ന് പറയുന്നത് പിക്സലിന്റെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി മോണിറ്ററുകൾ, വ്യത്യസ്ത തരത്തിലുള്ള മോണിറ്ററുകൾ ഉണ്ട്. CRT, കാഥോഡ് റേ ട്യൂബ്, TFT, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ,
LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതുപോലെ LED, OLED ഇതെല്ലാം എന്ത് തന്നെയാണ്? മോണിറ്ററുകളാണ്. മോണിറ്ററുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണിറ്ററുകളാണ്. ഇതിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള മോണിറ്ററുകളിൽ ഉപയോഗിച്ചിട്ടുള്ള എന്താണ് സാങ്കേതിക വിദ്യ ഏത് എന്ന് ചോദിച്ചാൽ കാഥോഡ് റേ ട്യൂബാണ്. ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ മോണിറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കാഥോഡ് റേ ട്യൂബാണ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള മോണിറ്ററുകൾ ഏതൊക്കെയാണ്? കാഥോഡ് റേ ട്യൂബ്, TFT, LCD, LED, OLED എന്നൊക്കെ പറയുന്നത് എന്താണ്? മോണിറ്ററുകളാണ്. അപ്പോൾ ഇത്രയാണ് മോണിറ്ററിനെ പറ്റിയിട്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ എന്ന് പറഞ്ഞു. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്നറിയപ്പെടുന്നത് മോണിറ്റർ ആണ്. റെസല്യൂഷൻ എന്താന്ന് പറഞ്ഞു. ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിന്റെ കഴിവിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. റെസല്യൂഷൻ എന്ന് പറയുന്നത് പിക്സലിന്റെ എണ്ണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദെൻ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന എന്താണ് മോണിറ്റർ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് CRT ആണ്. കാഥോഡ് റേ ട്യൂബ്. ആണല്ലോ. നെക്സ്റ്റ് പ്രിന്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രിന്റർ എന്ന് പറയുന്നത്. പ്രിന്ററിന്റെ ആദ്യകാല പേരാണ് എന്തെന്ന് പറയുന്നത്? പഞ്ച് കാർഡ്. പഞ്ച് കാർഡാണ് ആദ്യകാല പേരെന്ന് പറയുന്നത്. എന്താണ്? പ്രിന്ററിന്റെ പഞ്ച് കാർഡാണ്. ആദ്യം അറിയപ്പെട്ടിരുന്നത് പഞ്ച് കാർഡ് എന്നാണ്. ദെൻ പ്രിന്ററിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇമ്പാക്റ്റ് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്നും. ഇമ്പാക്റ്റ് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ എന്താണ് ഇമ്പാക്റ്റ് പ്രിന്റർ? ഇമ്പാക്റ്റ് പ്രിന്ററിൽ വരുന്നതാണ് ലൈൻ, ഡ്രം, ചെയിൻ, ക്യാരക്ടർ, ഡെയ്സി വീൽ, ഡോട്ട് മെട്രിക്സ്. ഡോട്ട് മെട്രിക്സ്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിളുകൾ പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ, ഡ്രം, ചെയിൻ, ക്യാരക്ടർ, ഡെയ്സി വീൽ, ഡോട്ട് മെട്രിക്സ് എന്നിവയെല്ലാം എന്താണ്? ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള വീൽ ഇമ്പാക്റ്റ് പ്രിന്റർ ഏത് അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ അറിയണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡോട്ട് മെട്രിക്സ്. ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നത് കാർബൺ കോപ്പി എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? ഇമ്പാക്റ്റ് പ്രിന്റർ ആണ് ഡോട്ട് മെട്രിക്സ്. ഡോട്ട് മെട്രിക്സ് എന്താണ്? കാർബൺ കോപ്പി എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഡോട്ട് മെട്രിക്സ് ആണ്. നെക്സ്റ്റ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത് ലേസർ വരുന്നുണ്ട്. ലേസർ പ്രിന്റർ അഥവാ പേജ് പ്രിന്റർ എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ലേസർ പ്രിന്റർ തന്നെയാണ്. ഇൻജെക്ട് പ്രിന്റർ, തെർമൽ പ്രിന്റർ ഇതൊക്കെ എന്താണ്? നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. അപ്പൊ അതിൽ ലേസർ പ്രിന്റർ അല്ലെങ്കിൽ പേജ് പ്രിന്റർ ആണ് ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ. ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ലേസർ പ്രിന്റർ ആണ്. ലേസർ പ്രിന്റർ അല്ലെങ്കിൽ പേജ് പ്രിന്റർ ആണ് ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ. നമ്മൾ കാർബൺ കോപ്പി എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇത് ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. നെക്സ്റ്റ് പ്രിന്റ് ചെയ്യപ്പെട്ട കോപ്പി. നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ കയ്യിൽ എടുക്കൂലേ കോപ്പി, അതിനെ പറയുന്നത് ഹാർഡ് കോപ്പി എന്നാണ്. പ്രിന്റ് ചെയ്യാത്ത ഡോക്യുമെന്റ്സിന് അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നാണ്. പ്രിന്റ് ചെയ്ത് എടുക്കാത്ത കോപ്പികൾ അറിയപ്പെടുന്ന പേരെന്താണ്? അത് സോഫ്റ്റ് കോപ്പിയാണ്. നമ്മൾ പ്രിന്റ് ചെയ്ത് കയ്യിലോട്ട് എടുക്കുന്ന കോപ്പി എന്ന് പറയുന്നത് ഹാർഡ് കോപ്പിയാണ്. പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് ഹാർഡ് കോപ്പി? പ്രിന്റ് ചെയ്യപ്പെട്ട കോപ്പികളെയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. പ്രിന്റ് ചെയ്യാത്ത കോപ്പികളെ എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ് കോപ്പി എന്ന് പറയും. ദെൻ പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് ആണ് DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. ഡോട്ട്സ് പെർ ഇഞ്ച് എന്താണ്? പ്രിന്ററിന്റെ ഔട്ട്പുട്ട് റെസല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് ആണ് DPI, ഡോട്ട്സ് പെർ ഇഞ്ച്. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മോണിറ്ററും അതുപോലെ തന്നെ പ്രിന്ററും. അപ്പൊ നമ്മുടെ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസിൽ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള ഏതാണ്? CPU ആണ്. ഇനി CPU. ഇപ്പൊ നമ്മൾ ഹാർഡ്വെയറിലെ ഇൻപുട്ട് പഠിച്ചു, ഔട്ട്പുട്ട് പഠിച്ചു. നെക്സ്റ്റ് എന്താണ്? CPU ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. CPU എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് അല്ലെ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് CPU. നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിത ക്രിയകൾ ചെയ്യുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? CPU ആണ്. നമ്മൾ നൽകുന്ന ഡേറ്റകൾ നൽകി, വിവരങ്ങൾ നൽകി, ആ വിവരങ്ങൾ ക്രമീകരിക്കുന്നതും ക്രോഡീകരിക്കുന്നതും നമ്മൾ ഗണിതം അല്ലെ മാത്സ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എന്താണ് കാൽക്കുലേഷൻ കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യുന്നത് മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? CPU ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും ഗണിതക്രിയകൾ ചെയ്യുന്നതും വിവരങ്ങൾ ക്രമീകരിക്കുന്നതും ക്രോഡീകരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? CPU ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പോലെ എന്താണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ആരാണ്?
CPU ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ്, ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? CPU ആണ്. അപ്പൊ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ക്രോഡീകരിക്കുന്നതും ക്രമീകരിക്കുന്നതും ഗണിതക്രിയകൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും CPU ആണ്. അപ്പൊ CPU ആണ് എന്ത്? കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ആരാണ്? CPU ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ളതാണ്. CPUവിന് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ALU, CU, MU. എന്താണ് ALU എന്ന് പറയുന്നത്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗം എന്താണ് ചെയ്യുന്നത്? മാത്സ്. ഓക്കെ, ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, മാത്സ് ആണ്. അപ്പൊ ഗണിതപരമായിട്ടുള്ള ക്രിയകളെല്ലാം ചെയ്യുന്നതും ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരാണ്? ALU ആണ്. ഓക്കെ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ദെൻ CU എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ചെയ്യുന്നു. അതായത് കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളും ലോജിക് പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ALU ആണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത് എന്താണ്? കൺട്രോൾ ചെയ്യാണ്. കമ്പ്യൂട്ടറിലെ എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് മെമ്മറി യൂണിറ്റ്. നെക്സ്റ്റ് എന്താണ്? മെമ്മറി യൂണിറ്റ്. MU എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിവരം നൽകി, ഇപ്പം നമ്മളൊരു ഗണിത ക്രിയ ചെയ്യുകയാണ്, എന്തെങ്കിലും നമ്മൾ നൽകുന്ന വിവരങ്ങൾ അവിടെ സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ് സഹായിക്കുന്നത്? മെമ്മറി യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ CPUവിന്റെ 3 ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടത്. ALU അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ALU ആണ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. CU കൺട്രോൾ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. MU എന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റ് ആണ്. ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി നമ്മൾ നൽകുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന യൂണിറ്റ് ആണ് എന്താ? മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് CPU. അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹാർഡ്വെയർ എന്താണെന്ന് പറഞ്ഞു, സോഫ്റ്റ്വെയർ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു, ഹാർഡ്വെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, ഇൻപുട്ട് ഉപകരണങ്ങൾ അവ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ CPU പഠിച്ചു. ഇനി അടുത്തത് എന്താണുള്ളത്? അത് സോഫ്റ്റ്വെയർ ആണ് അടുത്തത് വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.